രോഗികളെ നിലത്ത് കിടത്തുന്ന രീതി കോട്ടയം മെഡിക്കൽ കോളേജിലും ഇനി ഉണ്ടാവില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജൂലൈ 30 മുതൽ ഇവിടെ എല്ലാ രോഗികൾക്കും കിടക്ക ഉറപ്പാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോട്ടയം CMS കോളേജിൽ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ദിവസം അങ്ങനെ നിരത്ത് കിടക്കുന്ന സിറ്റുവേഷൻ വന്നാൽ ഉടൻ തന്നെ DME ഇടപെട്ട് ആ രോഗികളെ അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം ഞങ്ങൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുന്നു. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ദീർഘകാലം ഈ ജില്ലയുടെ ജനപ്രതിനിധിയായിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അധികമാണ് കോട്ടയം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകൾക്ക് നേതൃത്വം നൽകിയ കോളേജുകൾക്ക് പരിഹാരം നിർദ്ദേശിച്ചധികമാണ്. വയനാട് പോലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വയനാടും ഇടുക്കിയിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നതാണ്. രോഗികളെ നിലത്ത് കിടത്തുന്ന ഒഴിവാക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജായിരിക്കും കോട്ടയം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് നേരത്തെ നടപ്പാക്കിയിരുന്നു. ചികിത്സയും മരുന്നും കട്ടിലും കിടക്കയും ആശുപത്രിയിലെത്തുന്ന രോഗിയുടെ അവകാശമാണ്. രോഗികളെ നിലത്ത് കിടത്തുന്ന പ്രാകൃത രീതി ഒഴിവാക്കുന്നതിന് സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ നടപടി സ്വീകരിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് ഗണ്യമായി കുറയ്ക്കാനാകും. സാധാരണ പനി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി ആളുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ എത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത് ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണം പ്രാദേശിക തലത്തിൽ ഉണ്ടാകണം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്താണ്. ആരോഗ്യ മേഖലയിലെ വികസന പദ്ധതികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയെന്നും മന്ത്രി വ്യക്തമാക്കി.